കോഴിക്കോട് കൊയിലാണ്ടിയിൽ പോലീസുകാർക്ക് നേരെ ആക്രമണമുണ്ടായി. ASI ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റുവെന്ന് വാർത്ത. ബാറിൽ പ്രശ്നമുണ്ടായതറിഞ്ഞ് എത്തിയ പോലീസുകാർക്ക് നേരെയായിരുന്നു അതിക്രമം. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു കോഴിക്കോട് നിന്ന്. സമീർ സി മുഹമ്മദ്, പോലീസുകാരെ ആക്രമിച്ചത് ആരാണ്? അവരെ കസ്റ്റഡിയിലെടുക്കാനോ അന്വേഷിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ പോലീസിന്? SKN ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത്. കൊയിലാണ്ടി സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ബാറിൽ അക്രമ സംഭവം നടക്കുന്നതായി വിവരം ലഭിക്കുകയും അവിടെയുള്ള ആ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അവിടേക്ക് എത്തുകയും ചെയ്തു. അതിനിടയിലാണ് പോലീസുകാർക്ക് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതിൽ 3 പോലീസുകാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. SI ആയിട്ടുള്ള റക്കീബ്, അതുപോലെ തന്നെ CPOമാരായിട്ടുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. സംഭവത്തിലെ പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആനക്കുളം സ്വദേശിയായിട്ടുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഈ സൈനിക ഉദ്യോഗസ്ഥനും അദ്ദേഹത്തിന്റെ സഹോദരൻ, അതുപോലെ തന്നെ 2 സുഹൃത്തുക്കൾ എന്നിങ്ങനെ 4 പേരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തെങ്കിലും ഈ സംഘർഷം ഉണ്ടാക്കിയതിന് തൊട്ടു പിറകെ ഈ പ്രതികൾ ഓടിപ്പോവുകയായിരുന്നു. ഇവർ ഇപ്പോൾ ഒളിവിലാണ്. ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇവർക്കായുള്ള അന്വേഷണം തുടരുകയാണ്. 4 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. കൃഷ്ണ പറയുന്നു, അജ്മലിൻ്റെ ഫോൺ പരിശോധിക്കാൻ പോലീസിനോട് പറയണം. എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. നിങ്ങൾ പോലീസിനെ അറിയൂ. കൃഷ്ണ, തീർച്ചയായിട്ടും ആ ഫോണൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുക തന്നെ ചെയ്യും. കാരണം ഇങ്ങനൊരു കേസിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ചിലപ്പോൾ ഈ മൊബൈൽ ഫോണിലെ വിവരങ്ങൾ മാറിയാലോ.